പ്രവീൺ പ്രണവിൻ്റെ ആ ഒരു ഇഷ്യൂ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. എത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പം ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സീരിയസ് സിറ്റുവേഷൻ നടക്കുന്നതിനിടയിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ട് ഈ സിറ്റുവേഷൻസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുമാതിരി ആൾക്കാരെ ചിരിപ്പിക്കാരെ കൊണ്ടൊരു മുതലിറങ്ങിയിട്ടുണ്ട്. മല്ലു ഫാമിലി, എൻ്റെ പൊന്നട, നിങ്ങളൊരു വല്ലാത്ത പഹയനാണ് കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കിനെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം കണ്ടിട്ട് എനിക്ക് മുട്ടം കോമഡിയാണ് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ സംസാരിക്കുന്നവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ, നിങ്ങൾക്ക് വേറെ പണിയില്ല, നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എന്ത്, നിങ്ങൾക്ക് വല്ലവൻ്റെ കണ്ടന്റ് എടുത്തിട്ടാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്നിപ്പം എന്താണ്ട് റിയാക്ട് ചെയ്താണ് വീഡിയോ ഇടുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. അതൊക്കെ അതൊന്നും നമുക്കൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഡ്രാമ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പേരിൽ കേരളത്തിലെ ഓസ്കാർ ലെവൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഈ പറയുന്ന മല്ലു ഫാമിലി എന്ന് പറയുന്നത്. അവരാണ് വന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇതാരാണ് ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കുന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ചിരി വരുന്നത്. ഇവർ ഈ വീഡിയോ ഇട്ടതിൻ്റെ മെയിൻ റീസണായിട്ട് പറയുന്ന കുറേ കമൻറ്റ് ബോക്സിൽ ഇവരുടെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെ കണക്ട് ചെയ്ത് ചോദിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തായാലും ഈ വീഡിയോ നമുക്ക് കുറച്ച് കാണാം. 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയും കാണാം, നമുക്ക് രണ്ടാമത്തെ വീഡിയോയും കാണാം. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവര് അത് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തർ കമന്റ്സ് കൂടുതലായിട്ട് ഇട്ടു. ഞാൻ ആ കമന്റ്സിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തിനാ ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഞാൻ ആലോചിക്കുകയാണേ അവരെവിടെ കിടക്കണു, എനിക്ക് അവരായിട്ട് യാതൊരു കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് പോലും കൂടി എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് എന്താണ് അവർ കാര്യം, എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇന്നലെയാണ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഒരു കൊല്ലം മുന്നേ ഏത് സ്റ്റേജിലായിരുന്നു ആ സ്റ്റേജിലാണ് ഇപ്പൊ അവരെന്ന്. നിങ്ങൾ ഒഴിഞ്ഞു കിടന്നിരുന്നൊരു സ്റ്റേജിൽ വലിഞ്ഞു കയറി ചെന്ന് നിങ്ങളൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു. അവസാനം കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി ഇതൊരു ഡ്രാമയാണ്, ഇതൊരു പൊളിഞ്ഞ നാടകമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് പിന്നീട് പടിയിറങ്ങി പോകേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ന് അതേ സ്റ്റേജിൽ ഇവരെത്തിയെന്ന് പറയുന്നു. ബ്രോ, ഇതവരുടെ ലൈഫിലെ സീരിയസ് ഒരു സിറ്റുവേഷനാണ്. ഒരിക്കലും ഒരു ഫാമിലിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ഞങ്ങളൊരു വർഷം മുന്നേ അനുഭവിച്ച സ്റ്റേജ് ഏതാണോ ആ സ്റ്റേജിലാണ് ഇപ്പോൾ ഇവർ വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. എനിക്ക് സത്യം പറയാലോ, എനിക്ക് എൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, സ്വാഭാവികമായിട്ടും പറഞ്ഞു പോവില്ലേടേ. നിങ്ങൾ അതുപോലത്തെ ഡ്രാമയെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഒരു ഫാമിലി വ്ളോഗ് തുടങ്ങുന്നു, പിന്നീട് 2 ചാനലാക്കുന്നു, എന്നിട്ട് അതിന് റീച്ച് കൂട്ടാൻ തമ്മിൽ തല്ലി ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കൂലേ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന എവിടെയോ കിടക്കുന്ന മല്ലു ഫാമിലി പാവം പിടിച്ച ടീംസിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനെ കൊണ്ട് നിങ്ങൾ പോകുന്ന സുഹൃത്തുക്കളെ? ഇതൊക്കെ ഭയങ്കര മോശമല്ലേ? ഇതൊക്കെ ശരിയായിട്ടുള്ള നടപടിയാണോ? ഇന്നലത്തെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും വണ്ടി എടുത്താൽ ഫോൺ എടുത്താൽ ടൂർ പോയാൽ നല്ല ഡ്രസ്സ് ഇട്ടാൽ മുടി എന്ന് പറയാ ഇവരെന്തെങ്കിലും കാട്ടിയാ. ഇപ്പൊ നാളെ അമ്മ ചുരിദാർ ഇട്ടേന് അതിനടിയിൽ കമന്റ്സ് തന്നെ ഈ തള്ള ചുരിദാർ ഇടൽ തുടങ്ങിയോ, എന്താ ഈ കോലം കെട്ടണത്? അപ്പൊ എന്താണ് അതെന്താണ് എനിക്കറിയത്തെ എന്താണ് പറഞ്ഞാട് എനിക്ക് നിങ്ങൾ എന്തിനാണ് അവരിങ്ങനെ ദ്രോഹിക്കുന്നത്? പാവം പിടിച്ചൊരു ഫാമിലി, അവരവരുടെ ജീവിതത്തിൽ അങ്ങനെ പൊക്കോട്ടെ. നിങ്ങൾ എന്തിനാണ് ഇത്തരം കമൻസ് ഇട്ട് അവരെ വേദനിപ്പിക്കുന്നത്? ആ പിഞ്ച് മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്തിന്? സോ പ്ലീസ് സ്റ്റോപ്പ് ഗൈസ്, പ്ലീസ് സ്റ്റോപ്പ് ദിസ്. നിങ്ങൾ പറയും അത് അവർ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടായാലും അതിന് കാരണക്കാരാണ് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം ഓരോ ദിവസം ഞങ്ങളിൽ അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോൾ നിങ്ങൾ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അയാൾ മറുപടി പറഞ്ഞു. സെയിം അതേപോലെ തന്നെ ആയിരിക്കാം. നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന A to Z കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതും വന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത്. അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീൺ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. പറഞ്ഞതില് ഇവര് പറയുന്നതില് കുറെയൊക്കെ നമുക്ക് തമാശ തോന്നുമെങ്കിലും, അല്ല എനിക്ക് തമാശ തോന്നുമെങ്കിലും നിങ്ങൾക്ക് തോന്നണമെന്ന് എനിക്കറിയത്തില്ല, തമാശ തോന്നുമെങ്കിലും ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പക്കയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ യൂട്യൂബ് റവന്യൂവിൻ്റെ ബേസിലുള്ള കാര്യമാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാനും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പം ഈ അവരുടെ ഫാമിലി വ്ളോഗിൽ ഇപ്പം ഇത്ര ആൾക്കാർ ഇവർക്ക് ലൈഫിൽ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്ന് ആൾക്കാർ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് മനസ്സിലാക്കി
പിന്നീട് കമൻറ്റ് ബോക്സിൽ ഈ സാധനങ്ങൾ പറയുന്നു. പിന്നീട് ഇത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട ആൾക്കാർ അന്ന് ഇട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും കൈയടിച്ചൊരു സൈഡിൽ നിന്ന് വരുന്നു. പിന്നീട് ഇതാണ് അവരുടെ റിയാലിറ്റി എന്ന് മനസ്സിലായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് വന്ന അല്ലെങ്കിൽ കൈ അടിച്ചുകൊണ്ട് വന്ന ഇതേ ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ നേരെ ഇവർക്കെതിരെ തിരിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഷയം അറിയാതെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കമൻ്റ് ഇട്ട ആൾക്കാരാണ് രണ്ട് വള്ളത്തിലും കാല് ചവിട്ടിയിട്ട് ഒരുമാതിരി മാനസിക രോഗികളുടെ കൂട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവരുടെ അത്രയും പോലും ഇവിടെ വീഡിയോസ് ചെയ്യുന്ന ഒരാൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇവർക്കിപ്പം ഇവരുടെ കാര്യമാണെങ്കിൽ പോലും അവരെ ഇത്രയും പിടിച്ചു വലിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ പറയിപ്പിച്ചതും ഇതേ കമൻ്റ് ഇട്ട ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഈ പറയുന്ന ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പം പറയുന്ന പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫാമിലി വ്ളോഗറോ ഏത് വ്ളോഗറോ ഏത് ക്രിയേറ്ററോ ആയിക്കോട്ടെ, ആ ക്രിയേറ്ററിന് വേണമെങ്കിൽ വന്നിട്ട് പറയാം ഇതുപോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്താണെന്ന് എനിക്ക് പബ്ലിക്കലി റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. സോ പ്ലീസ് ഗൈസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അവിടെ വിടുക. അത്രമാത്രം ചെയ്തു കഴിഞ്ഞാൽ തന്നെ വലിയൊരു പ്രശ്നത്തിലോട്ട് നമുക്ക് കൊണ്ടെത്തിക്കേണ്ടതായിട്ട് വരത്തില്ല. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ കാര്യത്തിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. കാരണം നമ്മുടെ പ്രൈവറ്റ് ലൈഫ് പബ്ലിക് ആക്കുമ്പോൾ ആൾക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ വരും. അത് ഫേസ് ചെയ്യാൻ നമ്മളും തയ്യാറാവണം. ചില കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മൾ മൗനം പാലിക്കുമ്പോൾ ആളുകളെ വ്യൂവേഴ്സിനെ നമ്മൾ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ കാണുന്നതായിട്ട് അവർക്ക് തോന്നും. പിന്നീട് അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഗ്രോത്തിനെയൊക്കെ എവിടേക്കോ ബാധിക്കും. എല്ലാവരും വീഡിയോ ചെയ്യുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാം ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞാനായിരുന്നു വരാ, അതിന്റെ മുന്നേ ഓരോ ആൾക്കാർ വരാ. ഇപ്പൊ ഇതിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ യൂട്യൂബേഴ്സും എല്ലാ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും അവർക്ക് പൈസയ്ക്ക് വേണ്ടി ചെയ്യാണ്. അല്ലാതെ ആരും അവൻ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് ആക്കട്ടെ എന്ന് ഈ പറഞ്ഞ ഞാൻ പോലും കൂടി വീഡിയോന്റെ മോണിറ്റൈസ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പോലും എനിക്ക് പേയ്മെന്റ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതിൽ കയറി എനിക്ക് സംസാരിക്കേണ്ട ഒരു ഇതുമില്ല. കാരണം അത് സംസാരിക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടൊക്കെ കൊണ്ടാണ് പൈസ വരണം, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് കാരണം. ഓക്കെ, അതിലപ്പുറത്തേക്കൊന്നുമില്ല. ഇത് ഫസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ ആൾക്കാരില്ലേ ഇവിടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ആരായി പറയണേ? ഇത് പറയാൻ ഇത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? നിങ്ങൾ ഇത് എന്തായി പറയണേ? നിങ്ങൾ തന്നെയാണ് ഈ പറയണേ. ഇതിനെക്കുറിച്ച് കുറെ ആൾക്കാർ ഇവരെ പറഞ്ഞുകൊണ്ട് പോയി. ഇപ്പം ഇവർ പറയുന്നു ഇങ്ങനെ സംസാരിക്കേണ്ടി വന്ന കാരണം ഇവർ നെഗറ്റീവ് കമൻറ്റ്സ് ഇങ്ങനെ കുറേ ആൾക്കാരെ ചോദിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും ഈ പറയുന്ന പോലെ ഇവർ പറഞ്ഞ പോലെ തന്നെ റവന്യൂവിന് വേണ്ടിയൊക്കെ തന്നെയാണ് വീഡിയോസ് ഇടുന്നത്. ചില ആൾക്കാർ പോസിറ്റീവ് ഉണ്ട്, എല്ലാവരും കുറ്റം പറയില്ല ഞാൻ. പക്ഷേ എന്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ആ ഒരു വിഷയം എടുത്തിട്ട് എന്റെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിത് നമ്മളെ വെച്ചിട്ട് നമ്മളെ പോലെ തന്നെ വലിയ ഫാമിലിയുടെ പാതയിലൂടെ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങളത് ഫേക്ക് കളിച്ചതാണ്, അത് കളിച്ചാണ്, ഇത് കളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് അറിയോ അത് ഫേക്ക് ആണ്? നമ്മൾ അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആൾക്കാർ അതിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് നമ്മൾ കാണിച്ചു തരുമ്പോൾ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. തീർച്ചയായിട്ടും കാണിച്ചു തരുമ്പോൾ മാത്രമേ ആൾക്കാർ അറിയുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നിരിക്കട്ടെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്കിന് ഇന്നലത്തെ വ്ളോഗിനകത്ത് കണ്ടപ്പം ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ച രീതിയല്ല പിറ്റേ ദിവസത്തെ വ്ളോഗിൽ കണ്ടപ്പം ചിരിച്ച രീതി എവിടേക്കോ ഫേക്ക് ചെയ്ത് ചിരിക്കുന്ന പോലെ അവർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യും. കാര്യം അവർ സ്ഥിരം വ്യൂവർ ആകുമ്പോഴത്തേക്കിന് ഒരു കണ്ടിന്യൂസ്ലി നിങ്ങളുടെ വീഡിയോസ് കണ്ടിരുന്ന് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളെ പോലെ തന്നെ അവർക്ക് തോന്നുമ്പോഴത്തേക്കിന് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. നിങ്ങളിപ്പം അവരിലോട്ട് എത്തിച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികം ഇപ്പം പ്രവീൺ പ്രണവിൻ്റെ ഈ ഒരു കേസിലാണെങ്കിലും ആൾക്കാർ ഫസ്റ്റ് അവർക്ക് സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഇവിടെ ഡെലിവറി ആയിട്ട് ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ടും ഈ അച്ഛൻ അമ്മ ഇവരാരും അവിടേക്ക് എത്തുന്നില്ല, വ്ളോഗിനകത്തൊന്നും കാണുന്നില്ല. ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു ഡെലിവറി ടൈമിൽ വന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. കാര്യം നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പൊട്ടന്മാരല്ല. കാര്യം ഇപ്പം എത്ര വലിയ ബുദ്ധിമാനായിട്ടുള്ളൊരു ക്രിയേറ്റർ ആണെന്ന് പറഞ്ഞാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എത്ര IQ ലെവൽ കൂടിയ ബുദ്ധിമാനാണെങ്കിലും അവരെക്കാട്ടി വിവരം ബോധമുള്ള ആൾക്കാരാണ് വ്യൂവേഴ്സ്. ഒരിക്കലും വ്യൂവേഴ്സിനെ നമുക്ക് അത്രത്തോളം കബളിപ്പിക്കാനോ പറ്റിക്കാനോ കഴിയില്ല. ഒരു നൂൽപ്പാലം എന്ന പോലെ നമുക്ക് വ്യൂവേഴ്സും നമ്മളുമായിട്ട് ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാമെന്നുള്ളത് മാത്രമല്ല, പറയുന്ന വാക്കുകളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും ആ ടൈമിൽ സൂക്ഷിച്ചാൽ മാത്രം നമുക്ക് അക്കരെ ചാടാം. ഇല്ലെങ്കിൽ നമ്മൾ ഇക്കരയിൽ വീണ് പോകും. ഞാനും പരമ ചെറ്റയാണ്, അങ്ങനെ കരുതും നിങ്ങൾ. ഓക്കെ, എനിക്ക് അത്ര വലിയ ഞാൻ അത്ര വലിയ നമ്മുടെ സുജിബ്രോ പറയുന്നുണ്ട് ഞാനൊരു ചെറ്റയാണത്. സൈഡിൽ നിന്ന് ഭാര്യ പറയുന്നുണ്ട് ചെറ്റയല്ല പരമ ചെറ്റയാണെന്ന്. നിങ്ങളൊരു വല്ലാത്ത പഹനാണ് മനുഷ്യ. ഇത്രയും സീരിയസ് സിറ്റുവേഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതെനിക്ക് മാത്രമാണ് ചിരി തോന്നുന്നത്. ഗൈസ് നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഇതെന്താ തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരി തോന്നുന്നത് എന്താണിത്?
എനിക്ക് മനസ്സിലാവണില്ല. അഭിപ്രായം പറയാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ പ്രവീൺ ബ്രോന്റെ കൂടെ തന്നെയാണ് ഞാനും. കാരണം എനിക്കും അതങ്ങനെ തോന്നി. അങ്ങനെ വീഡിയോ തെളിവ് സഹിതട്ടപ്പോൾ. പക്ഷെ അവർക്ക് പറയാനുള്ളൂ കേൾക്കണം. നിങ്ങൾ അത് കേൾക്കുന്നതിന് മുന്നേ എന്തിനാണ് അവർ പോയിട്ട് തെറി വിളിക്കുന്നത്? അവരെ തെറി വിളിക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല. കാര്യം ഞാൻ അവരെ തെറി വിളിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. ലാസ്റ്റ് വീഡിയോ ഇട്ടാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അപ്പം ഞാൻ തെറി വിളിച്ച് ഇപ്പം അവരുടെ ഭാഗം എന്ത് എന്ന് കേൾക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കിവിടെ വരുന്നില്ല. കാരണം എന്തെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രവീൺ എന്ന് പറയുന്ന ആ ഒരു ചേട്ടനെ തല്ലിയെന്നോ ഇതൊന്നും അല്ല എന്നെ ഇത്രയും എനിക്ക് പൊളിഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള നിറവേറോടുകൂടി ആ ഒരു കുഞ്ഞിനെ ചുമന്ന് നടക്കുന്ന ആ ഒരു സ്ത്രീനെ ഫോർ എനി റീസൺ എന്ത് ചെയ്താലും അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞൊരു സാധനമുണ്ട്, ഇവരൊരു ക്രൂരകൃത്യം അല്ലെങ്കിൽ ഇവർ വലിയൊരു തെറ്റോ അത്രയ്ക്കും മോശമായിട്ടൊരു തെറ്റ് തന്നെ ഇവർ ചെയ്തെന്നിരിക്കോട്ടെ, ഈ മൃദുല എന്ന് പറയുന്ന ചേച്ചി ചെയ്തെന്ന് തന്നെ ഇരുന്നോട്ടെ. ഗർഭിണിയായിട്ടിരിക്കുമ്പോഴല്ല ഈ പറയുന്ന സാധനം തിരിച്ച് ഇതുപോലെ മർദ്ദിക്കുക ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ആ ചേച്ചി ഒറ്റയ്ക്കല്ല, വയറ്റിലൊരു കുഞ്ഞുമുണ്ട്. അത് മനസ്സിലാക്കാൻ ബോധമില്ല എന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ചെയ്യാനുള്ള ഒരാൾക്കും ഒരു അവകാശവും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞൊരു സാധനമുണ്ട്, ഈ പറയുന്ന ജയിലിലാണെങ്കിൽ പോലും ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരാൾക്കൊരു തൂക്കുകയറ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തൂക്കുകയറ് വിധി നടപ്പാക്കുന്ന ഒരു ടൈമിൽ പൂർണ്ണ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തൂക്കയറ്റിൽ ഏറ്റൂല ഇല്ലേ, വയറ്റിലൊരു കുഞ്ഞുകൂടിയുണ്ട്. അപ്പം നമ്മൾ ഈ ശിക്ഷ വിധിക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ അതിലൊരു റെസ്പെക്റ്റ് കാര്യങ്ങൾ എത്ര ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ലേഡിയാണെങ്കിലും കാണിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ ആലോചിച്ചാൽ മതി. ഇപ്പം ഇവർ പറയാം, അപ്പം അവരുടെ വശം എന്ത് തന്നെ ആയിക്കോട്ടെ ഫോർ എനി റീസൺ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മൃദുലേച്ചിയെ പറ്റിയിട്ട് വലിയ കുറ്റങ്ങളായിരിക്കും പറയാൻ പോകുന്നത്, പറഞ്ഞോട്ടെ. എന്നിരുന്നാലും ചെയ്യാൻ പാടില്ലാത്ത തന്തയില്ലായ്മത്തരമാണ് കൊച്ചു എന്ന് പറയുന്ന പുന്നാരമോൻ കാണിച്ചേക്കുന്നത്. അത് അവന്റെ വശം കേട്ടിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാ, എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനോ അതാക്കാൻ ഒരു താല്പര്യമില്ല. ഇതിനെ പറ്റിയിട്ട് എന്റെ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ ആരും കമന്റ്സ് ഇടാതിരുന്നാൽ മതി. ആരും എനിക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യത്തിനെ പറ്റി എന്തിനാണ് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് ചെയ്യുന്നത്? അതെ, നിങ്ങൾ എന്തിനാണ് അവരെ, ഞാനിപ്പം ഇങ്ങനെ തമാശയൊക്കെ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇതിനകത്ത് ഇവരും വലിയ കുഴപ്പമില്ല, ഇവർക്കും കണ്ടന്റ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ തന്നെ സംസാരിക്കുന്നു. പക്ഷേ ഇവരിത്രയും തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഒരു പരിധിയൊക്കെ പറയുന്നത് ഇവർ പറയുന്നതുള്ള കാര്യമല്ലേ. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത അവർക്ക് ജീവിതത്തിലൊരു തെറ്റ് സംഭവിച്ചു പോയി, അത് അവർ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ലൈഫ് മൂവ് ഓൺ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ പിന്നെയും വലിച്ചതിനകത്തോട്ട് ഇടുകയാണ്. എന്താ കഥ. ഇപ്പൊ ഇന്നലെ നമ്മളിത് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചിട്ട് നമ്മളെന്തോ വലിയ നല്ല പുള്ളികളായിട്ട് വന്നിരുന്നിട്ട് ഇത് പറയണം. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ നമ്മൾ ഈ സ്റ്റേജിലാണ് നിന്നിരുന്നത്. എല്ലാവരും കൂടി നമ്മൾ സൈബർ ബുള്ളി ആ സ്റ്റേജ് നമ്മൾ. ഈ സൈബർ ബുള്ളിങ് വെറുതെ വന്നതാണോ അതോ ചോദിച്ചു വാങ്ങിയതാണോ? രണ്ടാമത് ചാനൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഇനിയിപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാം. CBI അന്വേഷണം വരുത്തേണ്ടിയിരിക്കുന്നു. അത് ഡ്രാമയാണോ അല്ലേ എന്നുള്ളത് ഒക്കെ നമുക്കറിയാനെ കൂടെ ഒരു CBI അന്വേഷണം നടത്തേണ്ട അത്യാവശ്യകതയുണ്ട്. പ്രവീണിന്റെ വീട്ടിലിട്ട ആൾക്കാർ അതായത് അവന്റെ അനിയൻ എന്താ പറയാനുള്ളതെന്ന് പോലും നിങ്ങൾ ആരും കേട്ടിട്ടില്ല. കാരണം മറ്റേ ഉദാഹരണം പറയാനേ, തച്ചു അയ്യോ ഞാൻ എനിക്കും ഇതുപോലെ ഗർഭിണിയായി അവരെ അടിച്ചു കുന്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കും ഭയങ്കര ഇതായിട്ടോ. പക്ഷെ പറയാ അവർക്ക് പറയാനുള്ളതും കൂടി നമ്മൾ കേൾക്കണ്ടേ? കാരണം ഞാനും ഇതിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ വീഡിയോസും ചെയ്തിട്ട് മുന്നിലേക്ക് പോകുന്ന ആളാണ്. ഞാൻ പറയാണ് അവർക്ക് നമ്മൾ കേൾക്കട്ടെ. അതെ, കേൾക്കട്ടെ, അത്രേ ഉള്ളൂ. അവർ പറയട്ടെ, നമുക്ക് കേൾക്കാം. എന്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത്. കേൾക്കട്ടെ, കേൾക്കട്ടെ. എന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുള്ള കണ്ടന്റും കാര്യങ്ങളും പല രീതിക്കും നമ്മൾ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് വിടുക, അല്ലെങ്കിൽ മറ്റേ കാണാതിരിക്കുക. റെഗുലർ വ്യൂസ് ഉള്ള ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ ഒരാളെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കമന്റ് ചെയ്യും. ആ കമന്റ് ഇട്ടേനെ ആ ഒരു വ്യക്തി അല്ല, അതായത് ഇന്നാളെന്ന് പറയില്ല, ഏത് യൂട്യൂബറിന്റെ അടിയിലാണ് കമന്റ് ഇട്ട് അയാൾ അതിന് റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അയാൾക്ക് പറയാൻ താല്പര്യമില്ലാന്ന്. പിന്നെ എന്തിനാണ് ഒരു 1000 കമന്റ് ഇടുന്നത്? ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്റെ പൊന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുണ്ടല്ലോ ഫാമിലി വ്ലോഗിൽ നിങ്ങളുടെ ഈ ഒരു ഫണ്ണ് സാധനമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് അടിച്ചിറക്കുക കണ്ടന്റ് ആയിട്ട്. ഇത് അടിച്ചിങ്ങോട്ട് കയറും, കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും, ഒരു എന്റർടൈനിങ് ആവും. അത് രസമുള്ള സാധനമാണ്. പിന്നെ ആൾക്കാർ ഇത് കമന്റ് ഇടും. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ട് പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണെങ്കിൽ ഒരു പരിധിയൊക്കെ വ്യൂവേഴ്സ് പിടിച്ചു നിൽക്കും. പക്ഷെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന മോങ്ങൾ കാണാതാവുമ്പം അവർക്കും പൊടിവില്ലേ, അവർക്കും കുരു പൊട്ടൂലേ. ആ കുരു പൊട്ടിച്ചിട്ട് ലാസ്റ്റ് വന്ന് ചോദിക്കും, സ്വാഭാവികം. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും പിന്നീട് വ്യൂവേഴ്സും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഏത് രീതിയിൽ പോകുക. പിന്നീട് എന്നെ കുറ്റം പറയാനും തെറി പറയാനും നെഗറ്റീവ് കമന്റ്സ് പറയാനും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതായിരിക്കും. നോ പ്രോബ്ലം. പറയാലോ, നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ പിടിച്ച് എന്ത് രീതിയിലുള്ള കമന്റ്സ് ഇട്ടാലും ഞാൻ കുടുങ്ങില്ല. ഇങ്ങനെ തന്നെ ഇതിനൊക്കെ വലിയ നെഗറ്റീവ് കയറ്റി വന്ന ആളെ നമ്മൾ ഇങ്ങനെ കുറച്ച് മുന്നേ പറഞ്ഞ ഇത്, അതായത് എല്ലാവരും കൂടെ എന്തിനാണ് നിങ്ങൾ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത്, എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് ആവശ്യമില്ല തന്നെ വലിച്ചിടുന്നത്, എന്നിട്ട് ഇങ്ങനെ തന്നെ പറയുന്നു നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റ് വിടണം കേട്ടോ, ഞാൻ പാറ പോലെ ഉറച്ചു നിൽക്കും. എൻ്റെ പൊന്നി കേട്ടോ, നിങ്ങൾ ഈ പറയുന്ന ഇത്രയും വലിയൊരു സീരിയസ് സിറ്റുവേഷനെ
പറഞ്ഞതിൽ കുറേ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്നും അറിയത്തില്ല. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി കൊച്ചുവിന് പറയാനുള്ളത് കേൾക്കാനെന്ന് പറയുമ്പോഴത്തേക്കിന് കൊച്ചു എന്താണ് വന്ന് പറയാൻ പോകുന്നത്? അവരുടെ വീട്ടിൽ ലാസ്റ്റ് ഞാൻ ജിനൂസ് വ്ലോഗ്സിലാണെന്ന് തോന്നുന്നു കണ്ടെന്ന് തോന്നുന്നു. ആ പുള്ളി അവരുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ, ആ ഒരു ഒരേ ലൊക്കാലിറ്റി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ജിനൂസ് വ്ലോഗ്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവരിങ്ങനെ തിരികെ ഇപ്പോൾ വീടൊക്കെ അടച്ചു കൂട്ടിയിരിക്കുകയാണ്, അവരുടെ ഒരു വിവരവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീട് വിട്ട് നാട് വിട്ട് പോയെന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ ഭാഗത്ത് സത്യം ഉണ്ടെന്നാണോ എല്ലാവരും പറഞ്ഞു വരുന്നത്? നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരു ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാരണത്താലാണെങ്കിലും ചെയ്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ കൊച്ചുവിന് പറയാനുള്ളത് ഇനി എന്ത് തന്നെയാണെങ്കിലും എത്ര റീസൺ ആണെന്ന് പറഞ്ഞാലും ഈ മൃദുലേച്ചയുടെ കാര്യത്തിൽ അവൻ ഒരു ന്യായവും അർഹിക്കുന്നില്ല. ഒരു രീതിയിലും അവൻ ഈ പറയുന്ന നീതി അവൻ അർഹിക്കുന്നില്ല. ഓക്കെ, അവനെ എന്ത് ന്യായമാണ് അവൻ്റെ ഭാഗത്തുള്ളത്? എന്ത് ന്യായമാണുള്ളത്? ഇപ്പം പ്രവീണാണ് അടിച്ചാൽ അവർ ചേട്ടൻ അനിയൻ വഴക്ക് കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. അങ്ങനത്തെ കാര്യം ഇവർ ഇടയ്ക്ക് കയറാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പിടിച്ച് മാറ്റി, ഞാൻ മാറാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഞാൻ പിടിച്ചപ്പോൾ ഒറ്റ തള്ളു കൊടുത്ത് അല്ലെങ്കിൽ ഒരു ചവിട്ട് കൊടുത്ത് ഇതൊക്കെയാണ് അവൻ പറയാൻ പോകുന്നത്.